ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ വെയ്റ്റ് ലോസ് ചാലഞ്ച് ഡേ 23. അപ്പോൾ ഗൈസ് ഇതാ മോർണിംഗ് ഇതാ ഇന്ന് നമ്മൾ കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ വീട്ടിലില്ലാന്ന്. അപ്പോൾ ഉമ്മക്ക് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ പോയിട്ട് ഉമ്മാനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പൊക്കെ അടച്ചതിന് ശേഷമാണ് രാത്രി പോയത്. അപ്പോൾ അവരിങ്ങോട്ട് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഉമ്മ അവിടെ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഞാനിതാ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉമ്മ കുറച്ച് നേരം അവിടെ കിടക്കുന്നു. എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിൽ കയറിയത് കണ്ടപ്പോൾ പിന്നെ ഉമ്മ പോയി കിടന്നു കേട്ടോ. പിന്നെ ഇന്ന് സൺഡേ ആണ്. ഉപ്പന്ന് ഷോപ്പ് തുറന്നിട്ടില്ല കേട്ടോ. സാധാരണ സൺഡേ ഷോപ്പ് തുറക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഉപ്പയുടെ കടയിൽ എന്തോ ജോലിക്കാരനും എന്തോ ഫങ്ഷനൊക്കെ ഉണ്ടായിട്ട് ആൾ ലീവാണ്. അപ്പോൾ പിന്നെ ഉപ്പ ലീവ് എടുത്തതാണ്. അപ്പോൾ ഉപ്പാക്കും ഇന്നൊരു മാരേജ് ഉണ്ട്. അപ്പോൾ പിന്നെ അതിനും പോകാമെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഈവനിങ് ചെറുതായിട്ടൊന്ന് ഒരു ഔട്ടിങ്ങിന് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉമ്മയും ഉപ്പയും അനിയത്തിയും ഞങ്ങളെല്ലാവരും മക്കളെല്ലാവരും കൂടെ. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും മോർണിംഗ് ഇതാ ഉപ്പാക്ക് ഇന്ന് ലീവായതുകൊണ്ട് ഉപ്പാക്ക് ഇന്ന് പത്തിരി വേണം, ബീഫ് ഫ്രൈയും പത്തിരി വേണം എന്നൊക്കെ പറഞ്ഞു തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് കഴിക്കാൻ പറ്റില്ല. എനിക്കിത് കഴിക്കാനും ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ സമയം ഏകദേശം ഞാനും കുറച്ച് സമയം നേരം വൈകിട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർ രാത്രി വരാൻ നേരം വൈകിയത് കാരണം ഞങ്ങളും കിടക്കാൻ വേണ്ടിയിട്ട് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും പെട്ടെന്ന് ഞാൻ ഈ പത്തിരിയുടെ പരിപാടിയൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് ഉപ്പൊന്ന് പുറത്ത് പോയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മാരേജ് ഉണ്ടെന്ന്. അപ്പോൾ ഉപ്പൊക്കെ ബാർബർ ഷോപ്പ് പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ബേബീസിന് ഫുഡ് കൊടുക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഈ ഒരു പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അവർക്ക് അതന്നെ കേട്ടോ കൊടുക്കൽ. ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പിന്നെ അവർ കുറച്ചെങ്കിലുമൊക്കെ കഴിക്കൂട്ടോ. അപ്പോൾ കറിയൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് അവർക്ക് കൊടുക്കാറ് കേട്ടോ. നമ്മൾ അസിമോൾ തന്നെ കറിയൊക്കെ കൂട്ടാതെ ശീലമാക്കിയിട്ട് ആൾക്ക് ഇപ്പോഴും കറി കൂട്ടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സിറ്റൗട്ടിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടാണ് കൊടുക്കുന്നത്. ഓരോന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ബേബിക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ചെരുപ്പിടണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഓരോന്ന് കാണിച്ച് പൂച്ചേനെയും കാക്കേനെയൊക്കെ കാണിച്ചിട്ട് ഇതാ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഉപ്പ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ വന്നതിന് ശേഷം പിന്നെ ഉമ്മ എണീറ്റത്. ഉമ്മ ജസ്റ്റ് ഒന്ന് എണീറ്റിട്ട് കിടന്നതാണ്. അപ്പോൾ ആ സമയത്ത് വാഷ് ചെയ്യാനുള്ളതൊക്കെ മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതിനിടയിൽ അനിയത്തി പോയിട്ട് റെഡിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ തുടക്കാനുള്ള സംഭവങ്ങളൊക്കെ അനിയത്തി തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർത്ത്, കാരണം വൈകുന്നേരം പുറത്ത് പോകണമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ബേബീസിനൊക്കെ ഒരുക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഒക്കെ തീർക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നതിന് ശേഷം പിന്നെ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പത്തിരി ബീഫ് ഫ്രൈയും കൂട്ടിയതിന് ഞാൻ വീറ്റ് ബ്രെഡും നമ്മൾ ബീഫ് കറിയായിട്ടോ ചെയ്തത്. അപ്പോൾ ഏതായാലും അതിൻ്റെ കൂടെ ഞാൻ കുറേ ആയിട്ടോ ഒരു മധുരമില്ലാത്ത ഒരു ചായയും കൂടെ ആഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയി ചായ കുടിച്ചിട്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ കുടിച്ചിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 11-12 o'clock ആയിട്ടുണ്ടാവും. ഞാൻ കുറച്ച് പീനട്ട് എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് രാവിലത്തേൽ തന്നെ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെറുതായിട്ട് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിച്ചിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ചെറുതായിട്ട് പുറത്തൊക്കെ പോകുമല്ലോ. അപ്പോൾ എന്തായാലും ചീറ്റ് ഡേ ആവും. അപ്പോൾ ഞാൻ മാക്സിമം ഫുഡ് കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കാം കേട്ടോ.
അപ്പോൾ ഇനി പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിന്ന് ബേപ്പൂർ ഫെസ്റ്റ് എടുക്കണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ ബേബീസൊക്കെ റെഡി ആയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:30 അതിന് ബേബി ഇതാ അവിടെ ഉണ്ട്, എല്ലാവരും സെറ്റായിട്ടുണ്ട്. അനിയത്തിയും ബേബി ഉണ്ട്, പിന്നെ ഉപ്പ ഉമ്മ, ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും പറ്റിയില്ല, തിരക്കായിട്ടോ ഓരോന്നായിട്ട്. ബസിമോള് സിയമോളെ ട്വിൻസാണ്, ട്വിന്നിങ് സിസ്റ്ററാണ് കേട്ടോ. ബേബിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, എങ്ങോട്ടേലും പോവാൻ റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓള് താഴെ നിൽക്കില്ല. പിന്നെ ഓള് മേലെ നിന്ന് ഇറങ്ങിയില്ലേ മേത്തൻ്റെ ഇങ്ങനെ നിൽക്കുള്ളൂ. ഓളെ കൊണ്ടുപോകാതെ പോകുമെന്നുള്ള പേടിയാണ്. അല്ല ന്യൂസേ ചാറ്റ് കൊടുക്കേ, ചാറ്റ് പോവാണ് പരി ഞാൻ കുഞ്ഞുകുറുമ്പിയോ കുഞ്ഞുകുറുമ്പിയാണ് കുഞ്ഞുകുറുമ്പി. അപ്പോൾ എന്തായാലും ഉപ്പയും ഇന്നൊരു മാരേജിനായില്ല, അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് എത്തും. ഞാനും സിസ്റ്ററും കൂടി ഇവിടുന്ന് വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് പോവാട്ടെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് കളിയാട്ടമുക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ട് എന്തായാലും പോയിട്ട് ഓക്കെ. ഡോക്ക മക്കളാ സൺസെറ്റ് ഫൈനലി ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിലെത്തി ഗൈസ്. ഫൈനലി നമ്മൾ ജങ്കാറിലൊക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ റിസ്ക് എടുത്തിട്ടു. നല്ല തിരക്കായിരുന്നു. നമ്മൾ ഒരു 6 മണീൻ്റെ ഒരു ടൈമിലൊക്കെയാണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ആളുടെ ഫയർ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞു ബേബീസിനൊക്കെ ആയിട്ട് തന്നെ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് അവിടെ മാറിയൊക്കെ നിന്ന് തിരക്കൊക്കെ മാറിയതിനു ശേഷം കേട്ടോ പിന്നെ പോയത്. അപ്പോൾ ഇവിടെ ഗസ്റ്റായിട്ട് വിനീത് ശ്രീനിവാസനും അതേപോലെ ജോസഫ് ബേസിലും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കണ്ടു വിട്ടുന്നു കേട്ടോ, അല്ലാതെ നമുക്ക് വല്ലാണ്ടൊന്നും പ്രോഗ്രാമൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കാരണം നല്ല തിരക്കാണ്. തിക്കിലൊക്കെ നമ്മൾ ബേബീസിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ എടുക്കാണ്ടാവില്ല, അത്രയ്ക്കും ആ ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഫയർഫോഴ്സും അതേപോലെ ആംബുലൻസൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ജാമായിട്ടിരിക്കുകയായിരുന്നു. ഒരു മറക്കാൻ പറ്റാത്തൊരു ട്രാവൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ബേബീസിനായിട്ടൊന്നും ഇങ്ങനത്തെ ഫെസ്റ്റിന് വരാൻ പറ്റില്ല, നമ്മൾ ഇത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചിട്ടില്ലേന് കേട്ടോ ഉണ്ടാവുന്നൊന്നും. അപ്പോൾ ഏതായാലും നമ്മൾ അവിടുന്ന് ബേബീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടോ. അപ്പോൾ ജങ്കാറൊക്കെ നിർത്തി വെക്കുന്നൊക്കെ പറയേണ്ടതിന് ആൾ തിരക്ക് കൂടിയപ്പെട്ടോ. അപ്പോൾ നമ്മളേതായാലും അവിടുന്ന് പെട്ടെന്ന് തന്നെ സ്കൂട്ടായി. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഒരു എന്താ പറയുക ആനങ്ങാടി ആ ഭാഗത്തൊക്കെ എത്തിയപ്പോഴാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പോൾ ഒരു 9 o'clock ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഫുഡൊക്കെ ചെറുതായിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ബേബീസൊക്കെ നല്ല പോലെ വിശന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. അപ്പോൾ ഏതായാലും അവിടെയൊക്കെ വന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ടോ ടോയ്ലറ്റൊക്കെ പോയിട്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഫ്രഷായി പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എന്തായാലും നമ്മൾ ബേബീസൊക്കെ നല്ല പോലെ ആ ഒരു തിക്ക് കൂടെ ഒക്കെ പോയതല്ലേ, അപ്പോൾ നല്ല പോലെ ബേബീസൊക്കെ ഭയങ്കര അലമ്പായിട്ടോ. പിന്നെ അനിയത്തി ബേബിക്ക് ഫീഡൊക്കെ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ എത്തിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസും അതേപോലെ പൊറോട്ട ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അൽഫാമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ അൽഫാമിൻ്റെ പീസ് മാത്രം കേട്ടോ കഴിച്ചത്. അതിലേക്ക് പിന്നെ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ആക്കിയിട്ടില്ല. കാരണം നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇനി അതും കൂടെ എടുത്തിട്ട് നമ്മൾ ഡയറ്റ് ഫുള്ളായിട്ട് ചീറ്റാക്കണ്ടെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇതാ അന്നു ബേബിക്ക് നമ്മൾ അവിടെ ഒരു ഹൈ ചെയർ ഉണ്ടായിരുന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ അവളെ ഇരുത്തിയിട്ട് അവൾക്ക് ഫുഡൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അൽഫാമിൻ്റെ പീസും പിന്നെ മയോണൈസ് അങ്ങനത്തെ ഒന്നും കൂട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ സലാഡും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നു ബേബി എൻ്റെ പ്ലേറ്റിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് കുറച്ച് റൈസ് എൻ്റെ പ്ലേറ്റിൽ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.